ഹലോ ഹായ്, ഇന്ന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അതിന് കടല ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ടിയിട്ട് അതിലിട്ടിട്ട് വേവിക്കാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ തേങ്ങയിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് അത് അരച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കും ചെയ്യുക. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് തോന്നിക്കും ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ കറിക്കുള്ള പരിപാടി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ. സിമ്പിളാണെന്നുണ്ടെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാനേ ആദ്യമായിട്ട് കടലക്കറി ഉണ്ടാക്കിയ സമയത്തുണ്ടല്ലോ, വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് കടലക്കറി ഉണ്ടാക്കിയത്. കല്യാണം കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഞാനും കാക്കി മാത്രമായി വീട്ടിൽ. ഉമ്മ എന്തോ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു, താത്ത വീട്ടിലാണ്. അങ്ങനെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തലേ ദിവസം എന്താ നാളേക്ക് ചായയുടെ കടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പുട്ടും കടലക്കറി ഉണ്ടാക്കിക്കോന്ന്. ഞാൻ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കടലക്കറിയൊക്കെ റെഡിയാക്കിയിട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ മസാലക്കറി ഉണ്ടാക്കിയിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചു. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമൊക്കെ ചെയ്തിട്ടോ. എന്നിട്ട് കാലെടുത്ത് കൊടുത്ത് നോക്കുമ്പോൾ കഥ പറഞ്ഞു, ഇതിലെന്താ അത്രയും തോന്നെ കച്ചറ, എന്താണ് ഞങ്ങളുടെ ഇവിടെ ഉണ്ടാക്കുന്ന കടലക്കറിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല പറഞ്ഞു കേട്ടോ. കച്ചറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിയും തക്കാളിയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ഞാൻ വാട്ടിയിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെയാണ് ഒരു കച്ചറ എന്ന് പറഞ്ഞത്. ഒരിക്കൽ ഈ കറികളിൽ അങ്ങനെയുള്ളതൊന്നും പാടില്ല കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ് ഈ കറി കേട്ടോ. അതിന് ശേഷം പിന്നെ അങ്ങനെ തന്നെ കറി ഉണ്ടാക്കലുള്ളൂ കേട്ടോ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കടലക്കറിയുടെ വിശേഷങ്ങൾ കേട്ടോ.